Dear students, now we are discuss about Module 5, Part 3, the continuous part of a cost sheet. Now, the accounting of stock of work in progress. Then, at the end of the accounting period, the usually in many industry, the entire production may not be in the form of fully finished product. It means that some of the product will be partly finished or semi-finished or incomplete form. Such units which are only in the process of production are called work in progress. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഒരു കൺസേൺഡ് പീരീഡിൽ അത് ഒരു റോ മെറ്റീരിയലൊക്കെ കൺവേർട്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകണമെന്നില്ല. പലപ്പോഴും എന്താണ് ആ പ്രോഡക്റ്റ് ഒരു ഫിനിഷ്ഡ് ഘട്ടത്തിലേക്കൊക്കെ ആയിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ആയിരിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്ന ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാൻ സാധിക്കും, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടില്ല, എന്നാൽ എന്താണ് ഭാഗികമായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിൽ എന്താ പറയുന്നത്, ഒരു കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭാഗികമായിട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരു തലമാണെങ്കിൽ നമ്മളെന്താണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യൂയും കൂടി എന്താണ് ആ കോസ്റ്റിനോടൊപ്പം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ വർക്കിംഗ് പ്രോഗ്രസ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ എന്താ പറയുക, കോസ്റ്റ് ഷീറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എന്താ പറയുക, ആദ്യമേ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള പ്രൈം കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം എന്താണ് നമ്മൾ വർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ആഡ് ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓവർഹെഡുകളും അല്ലെങ്കിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മളെന്താണ് പ്രൈം കോസ്റ്റിനോട് കൂടെ കൂട്ടണം. അതോടൊപ്പം തന്നെ എന്താണ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് എന്താണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ആഡ് ചെയ്യുക. അതോടൊപ്പം എന്താണ് ആ വാല്യൂവിൽ നിന്ന് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നതിനെ നമുക്ക് എന്താ സാധിക്കും, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം കോസ്റ്റിലെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതെവിടെയാണ് വരുന്നത്, നമ്മൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവും. അപ്പോഴെന്താ പറയുന്നത്, പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിലൂടെ എന്ത് കൂട്ടണം, വർക്ക് കോസ്റ്റ് കിട്ടാൻ വേണ്ടി ഫാക്ടറി ഓവർഹെഡുകൾ നമ്മൾ ആഡ് ചെയ്യണം. ആ വാല്യൂവിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ലഭിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, എന്താ പറയുക, കോസ്റ്റിലെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. ആ വർക്കിംഗ് പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെയാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, then the problem, the following information has been obtained in the records of S Limited for the period of April 1st to April 30, 2015. Then particulars, then on April 1, 2015, on April 30, 2015. Then cost of raw materials 1/4/2015 60,000. Then 30 for 2015 72,000. Cost of work in progress 15,000. Then 21,000. Cost of finished goods 42,000. 40,000. Then wages paid 1,20,000. Then raw materials purchased 3 lakh. Then factory overhead 50,000. Administrative overhead 20,000. Selling and distribution overhead 26,000. Sales 6 lakh. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. എന്താ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കൺസേൺഡ് ഇയറിലേക്കുള്ള എക്സ്പെൻസുകളാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, പ്രധാനമായിട്ട് 2-3 ഐറ്റം എന്താണ്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മളെന്താണ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രധാന 3 കോളം പ്രൊവൈഡ് ചെയ്യുക, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്താണ് എസ് ലിമിറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2015. ദെൻ ഫസ്റ്റ് കോളം കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, ദെൻ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ,
ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് മെറ്റീരിയലിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിടത്താണ് 60,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പർച്ചേസ് നമുക്ക് തന്നിടത്താണ് 3 lakh, വർഷത്തെ പർച്ചേസ് 3 lakh. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, purchase 3 lakh, the total is 3,60,000, then less closing stock 72,000. The amount is that 2,88,000. അതിനെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, മെറ്റീരിയൽ കൺസ്യൂം എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ആഡ് ഡയറക്റ്റ് ലേബർ 1,20,000. അപ്പോൾ എത്ര കിട്ടി, 4,08,000. അപ്പം ആ ക്ലോസിംഗ് സ്റ്റോക്ക് 72,000 3,60,000 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂമർ എത്ര കിട്ടി, 2,88,000 കിട്ടി. അതിൻ്റെ കൂടെ എന്താണ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലേ, പ്രൈം കോസ്റ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 1,20,000. അപ്പം പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4,08,000 എന്ന് നമുക്ക് ലഭിച്ചു. ഓക്കെ, ഇനി എന്താണ്, വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ എലമെൻറ്റ് വർക്ക് കോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം കോസ്റ്റ് പ്ലസ് ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് ഇവിടെ തന്നിട്ട് എത്രയാണ്, 50,000. ഫാക്ടറി ഓവർ ഹെഡ് 50,000 ആണ്. അപ്പോൾ ഇവിടെ നോക്കി, നമുക്ക് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഫാക്ടറി ഓവർ ഹെഡിൻ്റെ കൂടെയാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ എന്താണ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 15,000 അല്ലേ, 15,000 ലെസ്. അപ്പോൾ വാല്യൂ എത്ര കിട്ടി, 4,80,000 പ്ലസ് 50,000 പ്ലസ് 15,000. അപ്പോൾ എത്ര, 4,73,000. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് 21,000 അല്ലേ. അപ്പോൾ അത് ഡെലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 4,52,000 എന്ന് ലഭിച്ചു. ഓക്കെ, അപ്പം വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് കൂട്ടുന്നു, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്നും എന്താണ്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് ലഭിക്കും. വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞതാണ് 4,52,000. ഓക്കെ, ദെൻ ഇനി എന്താണ്, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വർക്ക് കോസ്റ്റ് എത്രയാണ്, 4,52,000, ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് 20,000. സോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദാറ്റ് 4,72,000. ഓക്കെ, അപ്പോൾ അത് ലഭിച്ചു അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 4,72,000. ഇനി നോക്കിയേ, കോസ്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്കറിയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുക, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കും. ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യുക. എന്താണ്, 4,72,000 ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 42,000. Then the total is that 5,14,000 less closing stock of finished goods 40,000. Then the cost of goods sold is that 4,74,000. Okay. Then എന്താ പറയുന്നത്, ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 26,000. വി ഗെറ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് 5 lakh. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ലക്ഷം. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ സെയിൽസ് നമുക്ക് തന്നിട്ട് എത്രയാണ്, സെയിൽസ് 6 lakh. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെയിൽസ് 6 lakh കാണിക്കുക. നമുക്ക് എന്താണ്, ഈ പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ലക്ഷം രൂപയാണ്. നമ്മളെന്താണ്, അത് വിറ്റപ്പോൾ എത്രയാണ്, നമുക്ക് 6 ലക്ഷം രൂപ കിട്ടി. സോ ദ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് the selling price is more than cost of sales. The difference is profit. എന്താണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസിനേക്കാൾ കൂടുതലാണ് സെയിൽസ് പ്രൈസിങ്ങിൽ. ആ ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, പ്രോഫിറ്റ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്, 1 ലക്ഷം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഡിസ്കസ് ചെയ്തത്. വർക്കിംഗ് പ്രോഗ്രസ് പ്രധാനമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റ് കൂട്ടുന്നു, ആ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ എന്താണ്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുന്നു, ലെസ് deducting this value to get factory cost or work cost. Okay, next we are discuss about the detailed the format of detailed cost sheet and its element. Okay, നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി എന്താ പറയുന്നത്, ഓരോ എക്സ്പെൻസുകളും ഇൻഡിവിജ്വലി നമുക്ക് തരികയാണെങ്കിൽ അത് ഏത് ഹെഡിൻ്റെ കീഴിൽ പെടുത്തും അല്ലേ. ഇപ്പം നമ്മൾ ഇതുവരെ ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ള ഒറ്റ ഹെഡ് മാത്രമേ തരുന്നു, അതിൻ്റെ വാല്യൂ തരുന്നു, നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു.
ഇനി എന്താ പറയുന്നത്, ഫാക്ടറി ഓവർഹെഡിൽ ഉണ്ടാകാവുന്ന എക്സ്പെൻസുകളെ സെപ്പറേറ്റ് തരുമ്പോൾ അത് ഫാക്ടറി ഓവർഹെഡ് ആണോ അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റാണ്. ഓരോ ഹെഡിൽ വരുന്ന എലമെൻറ്റുകളെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒരു എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അത് ഫാക്ടറി ഓവർഹെഡ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കമ്പോണൻസ് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് അന്ന് ഹെഡിങ് കൊടുക്കുന്നു, യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്മളൊരു 4 കോളം പ്രൊവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് കോളം കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, ദെൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ്. ഒന്നാമത്തെ എലമെൻറ്റ് എന്താണ് കോസ്റ്റ് ഷീറ്റിലെ, പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ ആ പ്രൈം കോസ്റ്റ് എന്തൊക്കെ വരും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ എന്താണ് മെറ്റീരിയൽ കൺസ്യൂമർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ പ്രൈം കോസ്റ്റിൽ. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, വിക്കറ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, then add direct wages, then add direct expense, the sum total is that പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റിനകത്ത് പ്രധാനമായിട്ട് ഒരേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. എന്താണ്, മെറ്റീരിയലിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. അത് എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് എലമെൻറ്റ് എന്താണ്, ഫാക്ടറി ഓവർഹെഡ് അല്ലേ. എന്താ പറയുന്നത്, രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ വർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്, പ്രൈം കോസ്റ്റ് പ്ലസ് എന്താണ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിനകത്ത് എന്തൊക്കെ വരും, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും ആണ് നമ്മളെന്താ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആയിട്ടാണ് എന്താ, ഫ്യൂവൽ, പവർ ആൻഡ് വാട്ടർ. ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫ്യൂവൽ, പവർ, വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻ ഫാക്ടറി, ദെൻ വേജസ് ഓഫ് ഫോർമാൻ ഇൻ അതർ ഇൻഡയറക്റ്റ് ലേബർ റിലേറ്റിംഗ് ടു ഫാക്ടറി, ഡ്രോയിങ് ഓഫീസ്, വർക്ക് ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻ ഫാക്ടറി, ഡിപ്രിസിയേഷൻ ഓഫ് ഫാക്ടറി ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, ഫാക്ടറി റെൻറ്റ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, ലെസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് ഡെഫക്റ്റീവ് വർക്ക്. അപ്പോൾ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും നമുക്ക് എവിടെ എഴുതാൻ പറ്റും, ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം ചേർക്കാനായിട്ട് സാധിക്കും. പ്ലസ് അതിനോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് തന്നിരിക്കുകയാണെങ്കിൽ ആ വാല്യൂവിൻ്റെ കൂടെ, അതായത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഓപ്പണിംഗ് വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, വിക്കറ്റ് വർക്ക് കോസ്റ്റ്. അപ്പം ഫാക്ടറിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും എവിടെ വരും, ഫാക്ടറി ഓവർഹെഡിൽ പെടുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, എന്താണ് വർക്ക് കോസ്റ്റ്. ഓക്കെ, ആൻഡ് തേർഡ് നമുക്ക് എന്തെങ്കിലും പഠിക്കണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ എന്തൊക്കെ വരും, ഓഫീസ് റെൻറ്റ്, ഇൻഷുറൻസ്, ലൈറ്റ് ആൻഡ് ക്ലീനിങ്, ദെൻ ഓഫീസ് സാലറി, ടെലഫോൺ ലോ എക്സ്പെൻസ്, ഓഡിറ്റ് ഫീസ്, ഡിപ്രിസിയേഷൻ ഓൺ ഓഫീസ് ബിൽഡിങ്സ് ആൻഡ് ഫർണിച്ചർ, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ജനറൽ മാനേജർ സാലറി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി റിലേറ്റിംഗ് ടു ഓഫീസ്. Then this sum total of work overhead plus work cost is that cost of production. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് പ്ലസ് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ആൻഡ് ദ എലമെൻറ്റ് ഈസ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, then the cost of goods sold, then add selling and distribution overhead, get cost of sales. The selling and distribution overhead which involves showroom expense, salesman salary and commission, warehouse rent and other expense, carriage outwards, then advertising expense, delivering expense. These items are included in selling and distribution overhead plus cost of goods sold, we get cost of sales. Okay, then the cost of sales is comparing selling price, and the difference is that whether profit or loss. Then if cost of sales is if sales is more than cost of sales, the difference is profit. Then the cost of sales is less than sales is less than cost of sales, difference is loss.
ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഫോർമാറ്റൊക്കെ തന്നെ അതിൽ ഓരോ എക്സ്പെൻസ് ഫേസ് ആയിട്ടാണെങ്കിൽ ഓരോ എക്സ്പെൻസ് ഏതിൽ ഹെഡിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും എന്താണ് നമുക്കൊരു എന്താണ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റിൽ ഓരോ എക്സ്പെൻസ്, ഇപ്പോൾ ഒരു ഓഫീസ് റെൻറ്റ് അതെവിടെ കാണിക്കണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്താണ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ 5th മോഡ്യൂളിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഫിനിഷ്ഡ് സ്റ്റേജിലെത്തുന്ന തലം എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടില്ല, എന്താ പറയുന്നത്, ആ ഒരു പ്രോഡക്റ്റിന് ഉൽപ്പാദന ഘട്ടത്തിലിരിക്കുന്ന, ഭാഗികമായിട്ടൊരു ഉൽപ്പാദന ഘട്ടത്തിലിരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തെ നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാനായിട്ട് സാധിക്കും. കോസ്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ പറയുന്നത്, ഈ വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഇരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഓപ്പണിംഗ് വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഗെറ്റ് work cost or factory cost. Then we are discussed about the detailed format of cost sheet and each and every head involving different categories, familiar with this concept. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ എന്താണ്, ഈ ഒരു പാർട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.